അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥനകൾ എന്തെല്ലാം? ആൻസർ. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ഭൗതികവും പാരത്രികവുമായിട്ടുള്ള സുഖത്തിനും മാപ്പിനും പ്രാർത്ഥിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെറുതും വലുതുമായ നന്മകൾക്ക് വേണ്ടിയും പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക. നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശനത്തിനും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ, നമ്മുടെ ഈമാനും നമ്മുടെ സൽക്രമങ്ങളും അല്ലാഹു സ്വീകരിക്കുവാൻ പ്രാർത്ഥിക്കുക. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുക. മരണം വരെ ഈമാനുടനും ഹിദായത്തുടനും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനു മാത്രം ഇബാദത്ത് ചെയ്ത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീക്കിനു വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്കു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, ഇണകൾക്കു വേണ്ടി, മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ചെറുതും വലുതുമായ ഹാജത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, പ്രാർത്ഥന സ്വീകരിക്കുന്ന വിവിധ സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. ഈ സമയത്ത് ഒരു നിശ്ചിത പ്രാർത്ഥനയില്ല. എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ നിഷേധിക്കുവാനോ പാപങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കാൻ പാടില്ല. നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കുള്ള മര്യാദകളും ഹദബുകളും. ഹംദും സലവാത്തും കൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും വേണം. പള്ളിയിലിരിക്കുന്ന ജമാഅത്തായുള്ള നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, നമസ്കാരത്തെ പ്രതീക്ഷിക്കാത്ത ആളാകട്ടെ, അതായത് ഹോസ്പിറ്റലിലോ മാർക്കറ്റിലോ ഉള്ള ആളാകട്ടെ, ഒരു സത്യവിശ്വാസി ബാങ്കിനും ഇഖാമത്തിനോ ഇടയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അതിന് ഉത്തരം കിട്ടും. ഒളു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സമയത്ത് കേൾക്കുന്ന സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ദുആ ചെയ്യാം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സ്വലാത്ത് പറയാൻ പാടില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് പോലെ പറയുക. ഹയ്യഹലസ്സലാ ഹയ്യഹലഫലാ എന്നു പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന് പറയണം. അസ്സലാത്തു ഖൈറും മിനന്നൗ എന്ന് സുബഹിന് പറയുമ്പോൾ സ്വദഖ്ത വനതഖ്ത വബറർത ബിൽ ഖൈർ എന്ന് പറയുന്നത് വാജിബാണ്. ബാങ്കിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മേൽ സ്വലാത്ത് പറയണം. അതിനുശേഷം ബാങ്ക് ദുആ, അതായത് അല്ലാഹുമ്മ റബ്ബ ഹാത്തി ദഅവതി എന്ന് തുടങ്ങുന്ന ദുആ പറയണം. ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് ഖിയാമത്ത് നാളിൽ ലഭ്യമാകും. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ മറ്റൊരു പ്രാർത്ഥന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദൻ സല്ലല്ലാഹു റസൂലുള്ളാഹ് വബി മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന് തൃപ്തി തരുക അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഇൻഷാ അല്ലാഹ്.